നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡ് മറികടന്നുള്ള ജൈത്രയാത്ര തുടരുന്നു. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയും വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 860 രൂപയായും 1 പവൻ 64,480 രൂപയായിട്ടാണ് വർദ്ധിച്ചത്. ഗ്രീസിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അപൂർവ അവസരം ലഭിച്ചിട്ടും മത്സരത്തിന് പോകാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥി നെയ്തൽ ഡി അൻസിയര. രജിസ്ട്രേഷനും ഗ്രീസിലേക്കുള്ള യാത്രയ്ക്ക് അടക്കമുള്ള ചെലവുകൾ വഹിക്കാൻ ഏറെ പണം വേണമെന്നതിനാലാണ് കുടുംബം ആശങ്കയിലായിരിക്കുന്നത്. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ നടന്നു. സലാം MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് D ഷിബു സമ്മേളനത്തിൽ അധ്യക്ഷനായി. V1 ആർട്സ് സ്പോർട്സ് ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്രിക്കറ്റ് ലീഗ് സീസൺ 6ന്റെ തുടക്കമായി. വണ്ടാനം TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA ചിസലാം നിർവഹിച്ചു. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. സലാം MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവരുടെ നിരന്തര ഇടപെടലിലാണ് ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി S സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡ് മറികടന്നുള്ള ജൈത്രയാത്ര തുടരുന്നു. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയും വർദ്ധിച്ച് 64,480 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായിട്ടാണ് ഉപഭോക്താക്കൾ കണക്കാക്കുന്നത്. നിക്ഷേപ മൂല്യം എന്നതിലുപരി സ്വർണത്തെ ആഭരണങ്ങളായും നാണയങ്ങളായും കൈവശം വയ്ക്കാനും ഉപഭോക്താക്കൾ ഏറെ താല്പര്യം കാണിക്കുന്നു. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഓരോ സംസ്ഥാനങ്ങളിലും സ്വർണ്ണവില നിർണ്ണയിക്കപ്പെടുന്നത്. ഫെബ്രുവരി ആദ്യവാരം ഗ്രാമിന് 7,705 രൂപയായിരുന്ന സ്വർണമാണിപ്പോൾ ഫെബ്രുവരി 2ാം വാരത്തിന്റെ ഒടുവിൽ ഗ്രാമിന് 860 രൂപയായി ഉയർന്നു നിൽക്കുന്നത്. കേവലം 10 ദിവസം കൊണ്ട് മാത്രം 2,840 രൂപയോളമാണ് 1 പവൻ സ്വർണത്തിന്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ 1 പവൻ സ്വർണ്ണ വിലയായ 64,480 രൂപയോടൊപ്പം GSTയും കുറഞ്ഞ പണിക്കൂലിയായ 7%, HUID ചാർജും കൂടി കൂട്ടുന്നതോടെ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി ഉപഭോക്താവ് 71,000 രൂപയിലധികം നൽകേണ്ടി വരും. അതേസമയം അടിക്കടിയുള്ള സ്വർണത്തിന്റെ വിലവർദ്ധനവ് വിവാഹ പാർട്ടികളെ ആശങ്കയിലാക്കുന്നതിനോടൊപ്പം സ്വർണ്ണ വ്യാപാര മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതേ നില തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടെന്നും വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ഗ്രീസിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അപൂർവ അവസരം ലഭിച്ചിട്ടും മത്സരത്തിന് പോകാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥി നെയ്തൽ ഡി അൻസേര. രജിസ്ട്രേഷനും ഗ്രീസിലേക്കുള്ള യാത്രക്കടക്കമുള്ള ചെലവുകൾ വഹിക്കാൻ ഏറെ പണം വേണമെന്നതിനാലാണ് കുടുംബം ആശങ്കയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സുമനസ്സുകളിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഇത് നെയ്തൽ ഡി അൻസേര. മണ്ണഞ്ചേരി സ്വദേശികളായ ധീരേഷ് അൻസേര, ഡോക്ടർ സിമി അൻസേര ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ മകൻ. തുമ്പുള്ളി മാതാ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി. നിലവിൽ ഏപ്രിൽ 12 മുതൽ 18 വരെ ഗ്രീസിലെ റോഡ്സിൽ നടക്കുന്ന ലോക കേഡറ്റ് ആൻഡ് യൂത്ത് റാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സെലക്ഷൻ നേടി സുമനസ്സുകളുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടി ചെസ് ചാമ്പ്യൻ. നാളിതുവരെ ജില്ലയിൽ നിന്നും ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അപൂർവ അവസരം ലഭിച്ചിട്ടും രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ തനിക്ക് കഴിയുമോ എന്ന ആശങ്കയിലാണ് നെയ്തലിന്റെ കുടുംബവും. രജിസ്ട്രേഷനും ഗ്രീസിലേക്കുള്ള യാത്രയ്ക്കും താമസമടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾക്കും മടക്കയാത്രക്കുൾപ്പെടെ ഭാരിച്ച തുക ചെലവ് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ആശങ്കയ്ക്ക് കാരണം. ക്രൈറ്റീരിയ ആയിട്ട് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നാഷണൽസിൽ അണ്ടർ 7 കളിച്ച കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അന്ന് 288ഓളം കുട്ടികൾ കളിച്ചിരുന്നു. അതിന് കേരളത്തിൽ നിന്ന് 3 പേരാണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മോനാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്.
അപ്പൊ ഇവിടുത്തെ ഒരു സീൻ ഞാൻ മനസ്സിലാക്കിയത്, നാളിതുവരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഒരു ഏജ് കാറ്റഗറിയിലും കിട്ടിയിട്ടില്ലെന്നാണ് നമ്മൾ ചെസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഇപ്പോൾ അവിടെ പോകുന്നതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. നമുക്കറിയാലോ, ഗ്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും യൂറോപ്പാണ്. ഏകദേശം ഒരു 6 to 7 lakhs എക്സ്പെൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ 15-നകം നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഒരു ഹ്യൂജ് ഫിഗർ കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. 2024 ആദ്യം മുതൽ മാത്രം ചെസ് കളിച്ചു തുടങ്ങിയ ഈ കുരുന്നു പൈതൽ ഒറ്റ വർഷം കൊണ്ട് ചെസ്സിന്റെ മാസ്മരിക ലോകത്ത് വിസ്മയം തീർക്കുന്ന നിരവധി പ്രകടനങ്ങൾ നടത്തി നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം വാരിക്കൂട്ടിയിട്ടുണ്ട്. ചെസ്സിൽ കേമന്മാരായ തന്നേക്കാൾ മുതിർന്ന കളിക്കാരെ നിമിഷ നേരം കൊണ്ട് നിലംപരിശാക്കുന്ന നെയ്തലിന് ഇത്തരത്തിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ന വൻമതിൽ താണ്ടണമെങ്കിൽ ഈ മാസം 14 മുമ്പ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ചെസ്സിന്റെ ഏതു കാറ്റഗറി എടുത്തു പരിശോധിച്ചാലും ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ജില്ലയിൽ നിന്നും ക്വാളിഫൈ ആയ മറ്റാരും ഇല്ല എന്നത് ഈ കുട്ടിക്കളിക്കാരന്റെ ചെസ് കളി എത്രത്തോളം മാസ്മരികമാണെന്നതിന്റെ നേർക്കാഴ്ചയും കൂടിയാണ്. എനിക്ക് ചെസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഗ്രീസിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ ഒരു അവസരം കിട്ടി. എനിക്ക് അവിടെ പോയി കളിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. ചെസ് അസോസിയേഷൻ കേരളയുടെയും സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ സെലക്ഷൻ ടൂർണമെന്റിൽ 7 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിലെ ചാമ്പ്യനും സംസ്ഥാന തലത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി 2024 സെപ്റ്റംബറിൽ മൈസൂരിൽ നടന്ന അണ്ടർ-7 ദേശീയ മത്സരത്തിൽ പങ്കെടുത്താണ് 2025 ലോക അണ്ടർ-8 ചെസ് ചാമ്പ്യൻഷിപ്പിന് നെയ്തൽ യോഗ്യത നേടിയത്. ചെസ്സിനെയും ചെസ് കളിക്കാരെയും സർവോപരി കായിക താരങ്ങളെ സ്നേഹിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കാൻ മനസ്സുള്ള നന്മ മനസ്സിന് ഉടമകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടി കേമനും കുടുംബവും. പ്രൈം ചെസ് അക്കാദമിയിലെ സിബി സെബാസ്റ്റ്യൻ, സലിൽ എന്നിവരാണ് നെയ്തലിന്റെ ട്രെയിനർമാർ. 7-ൽ പഠിക്കുന്ന നിർമ്മൽ ഡി അൻസേരയാണ് ഏക സഹോദരൻ. ന്യൂസ് ആലപ്പുഴ. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ നടന്നു. HSLAM MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡി ഷിബു സമ്മേളനത്തിൽ അധ്യക്ഷനായി. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം HSLAM MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ കാലത്തും നമ്മുടെ തൊഴിൽ മേഖല അഭിമുഖീകരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം തരണം ചെയ്യാൻ കഴിയുന്ന സമീപനം സ്വീകരിക്കപ്പെടുകയും ഗവൺമെന്റുകൾക്ക് മുമ്പാകെ അല്ലെങ്കിൽ മറ്റ് അധികാരികൾക്ക് മുമ്പാകെ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാഗം. അതങ്ങനെ ഉള്ളതോടുകൂടിയാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ സമീപകാലം നിങ്ങളുടെ വന്ന ചില നിയമങ്ങൾ, അതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും തൊഴിലിനെ കൂടി ബാധകമാകുന്ന ചില പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു. അതെല്ലാം ഒരു പരിധിവരേക്കും തരണം ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രസ്ഥാനം നടത്തിയ ഒരു ഇടപെടലിന്റെയും നിങ്ങളുടെ സംഘടന ഉൾപ്പെടെ ഞങ്ങൾക്കെല്ലാം നിവേദനത്തിന്റെ ഭാഗമായി MLA NGO യൂണിയൻ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡി ഷിബു അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെരീഫ് പാലോളി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TSL നവാസ്, ഫൈസൽ നന്നാട്ട്, ജില്ലാ ക്ഷേമനിധി ഓഫീസർ S സുരേഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോന സുരേഷ്, ട്രഷറർ നാസറുദ്ദീൻ, അച്ചാമ മാത്യു, അനീസ് ജോസഫ് സേവർ, S സുർമിമോൾ, ശോശാമ അഗസ്റ്റിൻ, മനോഹരൻ, ജോസഫ് സേവ്യർ, N അനൂഷ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഐഡന്റിറ്റി കാർഡ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ വിതരണവും താലൂക്ക് തല മികച്ച പ്രവർത്തനങ്ങൾക്ക് രാജീവ് കുമാറിന്റെ സ്മരണാർത്ഥമുള്ള എവറോളിംഗ് ട്രോഫി ഷെരീഫ് പാലോളിയും ഏറ്റുവാങ്ങി. ജില്ലാ കൺവീനർ ജോസഫ് സേവ്യർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. V1 ആർട്സ് സ്പോർട്സ് ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്രിക്കറ്റ് ലീഗ് സീസൺ 6 തുടക്കമായി. മണ്ടാനം TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനം HSLAM MLA നിർവഹിച്ചു. V1 ആർട്സ് സ്പോർട്സ് ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ വാസ്കോയുടെ ക്രിക്കറ്റ് ലീഗ് സീസൺ 6 തുടക്കമായി. ആലപ്പുഴ മണ്ടാനം TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗിന്റെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം HSLAM MLA നിർവഹിച്ചു. സ്ഥാപന ചെയ്യാൻ കഴിഞ്ഞ ക്ലബ്ബാണ് വാസ്കോ. നമ്മുടെ TDMC ഗ്രൗണ്ടും അത്യാവശ്യം മറ്റു പരിസരത്തുള്ള ചില ഗ്രൗണ്ടുകളുമെല്ലാം അവിടെയെല്ലാം കളിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയ, ഇതിന്റെ ഒപ്പം കൂടെ ചേർന്ന് ജീവിച്ചവരാണ് നമ്മുടെ നാടിന്റെ അഭിമാനമായി വളർന്ന കായിക താരങ്ങൾ എന്നുള്ളത് വാസ്കോയെ സംബന്ധിച്ചും ഈ നാടിനെ സംബന്ധിച്ചും വളരെയേറെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ കൃത്യമായ പരിശീലനം നന്നായി കൊടുക്കാൻ കഴിഞ്ഞാൽ
നമ്മുടെ ഇടയിൽ നിന്ന് ഒരുപാട് കായിക താരങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത്രയും വർഷത്തെ വാസ്കോയുടെ പ്രവർത്തനത്തിന്റെ മുന്നോട്ട് പോക്കിനിടയിൽ രാഹുലിനെ പോലെയുള്ള കായിക താരങ്ങളെ മറ്റ് ആളുകളെ കുറിച്ചുകൂടെ പറഞ്ഞു നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായ ശാസ്ത്രീയമായ പരിശീലനം കൃത്യമായി ആർജിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ നല്ല കഴിവുള്ള കുട്ടികളെ, ആ കായികപരമായ ശേഷിയുള്ള കുട്ടികളെ നന്നായി പരിപോഷിപ്പിച്ച് കൂടുതൽ ബെറ്ററാക്കാൻ കഴിയുന്ന അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് നിശ്ചയമായിട്ടുമുണ്ട്. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ജേഴ്സിയുടെ പ്രകാശനം നടത്തി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാസ്കോ പ്രസിഡന്റ് AB തോമസ് ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, TDMC യൂണിയൻ ചെയർമാൻ ആഷിഖ്, വാസ്കോ രക്ഷാധികാരി സഫീർ പിടിയേക്കൽ, ട്രഷറർ ഷിഹാബുദ്ദീൻ ലബ്ബ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സിജു ഇല്ലിക്കൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസിനാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. H സലാം MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവരുടെ നിരന്തര ഇടപെടലിലാണ് ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഞായറാഴ്ച മുതൽ പുനരാരംഭിച്ചത്. സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MLA മാരായ H സലാം, PP ചിത്തരഞ്ജൻ എന്നിവർ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവീസിന് വീണ്ടും തുടക്കം കുറിച്ചത്. പകൽ 1:10 ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് രാത്രി 8:40 കോഴിക്കോട് എത്തിച്ചേരുന്ന ബസ് പുലർച്ചെ 3:20 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് രാവിലെ 10:30 തിരികെ ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന നിലയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. H സലാം MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവർ ചേർന്ന് ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൗൺസിലർ MG സതീദേവി, ATO A അജിത്, ഇൻസ്പെക്ടർ R രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വളരെ കാലമായി പല ദിവസത്തിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആലപ്പുഴ കോഴിക്കോട്ടേക്ക് ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾ രണ്ടുപേരും അതിനുവേണ്ടി മന്ത്രിക്ക് കത്ത് കൊടുത്ത് പരിശ്രമിക്കുന്നതാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾ ഓടാൻ കഴിയുന്ന വാഹനത്തിൽ അറിയാതെയും പല സീസണിലായ ചില ഫെസ്റ്റിവൽ സമയത്തുണ്ടാകുന്ന കുറവുകളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡിന്റെ സാന്നിധ്യം ആദ്യം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നുകൊണ്ട് അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വ്യാപകമായി ഇത് ആഘോഷിച്ചതോടെ ഓട്ടോറിക്ഷയിൽ കയറാൻ തന്നെ ഏതാണ്ട് ഒരു വർഷക്കാലം ആളുകൾ ഭയന്നിരുന്ന അവസ്ഥയുണ്ട്. ലോക്ക്ഡൌണിന്റെ ഭാഗമായി നാടാകെ അടച്ചിടപ്പെട്ടപ്പോൾ ഓട്ടോറിക്ഷകളും ടാക്സി വാഹനങ്ങൾക്കും ഓടാൻ പെർമിറ്റ് തന്നെ നൽകിയിരുന്നു. കിട്ടിയ പെർമിറ്റോ ഒരു സമയം ഒരാളെ മാത്രം വച്ച് യാത്ര ചെയ്യും. നിനക്കോ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ നിശ്ചയിച്ചതിൽ നിന്ന് ₹1 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. 3 പകരം 5 ആളെ യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിൽ ഒരാളെ കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ യാത്രക്കാരനും അതുവഴി വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും ഉടമയ്ക്കുണ്ടാകുന്ന നഷ്ടം. ആലപ്പുഴ ജെൻഡർ പാർക്കിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MM ഷെരീഫ് അധ്യക്ഷനായി. യൂണിയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് H സലാം MLA, ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK ചന്ദ്രൻ, CT വിനോദ്, ജില്ലാ ഭാരവാഹികളായ KP പ്രദീപ്, TS താഹ, P വിശ്വനാഥപിള്ള, അഡ്വക്കേറ്റ് KB ഹർഷകുമാർ, S വിനയചന്ദ്രൻ, റജീബ് അലി, ഷാജി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡ് മറികടന്നുള്ള ജൈത്രയാത്ര തുടരുന്നു. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയും വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 8060 രൂപയായും 1 പവൻ 64,480 രൂപയായിട്ടാണ് വർദ്ധിച്ചത്. ഗ്രീസിൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അപൂർവ അവസരം ലഭിച്ചിട്ടും മത്സരത്തിന് പോകാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥി നെയ്തൽ ഡി അൻസിയര.
രജിസ്ട്രേഷനും ഗ്രീസിലേക്കുള്ള യാത്രയ്ക്ക് അടക്കമുള്ള ചെലവുകൾ വഹിക്കാൻ ഏറെ പണം വേണമെന്നതിനാലാണ് കുടുംബം ആശങ്കയിലായിരിക്കുന്നത്. കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ നടന്നു. സലാം MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷിബു സമ്മേളനത്തിൽ അധ്യക്ഷനായി. V1 ആർട്സ് സ്പോർട്സ് ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ക്രിക്കറ്റ് ലീഗ് സീസൺ 6ന്റെ തുടക്കമായി. വണ്ടാനം TD മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA സലാം നിർവഹിച്ചു. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. കോവിഡ് കാലത്ത് മുടങ്ങിയ സർവീസാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. സലാം MLA, PP ചിത്തരഞ്ജൻ MLA എന്നിവരുടെ നിരന്തര ഇടപെടലിലാണ് ബസ് സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി S. സുനിൽകുമാർ ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.